കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഞാൻ ഇപ്പൊ താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. കേരളത്തിലെ ഗവൺമെന്റ് കടുത്ത കേന്ദ്ര അവഗണനയ്ക്കിടയിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് വായ്പ എടുക്കാനുള്ള അനുവാദം നിഷേധിക്കുന്നു, അർഹതപ്പെട്ട വിഹിതം തന്നെ തരുന്നില്ല. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾക്കിടയിൽ കേരളത്തിലെ ഗവൺമെന്റ് തനത് വരുമാനം പല വഴിക്ക് കൂടി നികുതി വർധനവിലും മറ്റു കാര്യങ്ങളിലൂടെ ഇപ്പൊ കേരളത്തിലെ സമീപകാല ചരിത്രത്തിൽ ഒരിക്കലും 72% നികുതി പിരിവ് കേരളത്തിൽ ഉണ്ടായത് ആദ്യമാണ്. എന്നുവെച്ചാൽ ആ നികുതി പിരിവിലൂടെ കേരളം മറ്റു വരുമാന മാർഗങ്ങൾ അടഞ്ഞപ്പോ കൂടുതൽ ധനസമാഹരണം നടത്തിയാണ് കേരള ഗവൺമെന്റ് പിടിച്ചു നിൽക്കുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം, അതേപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ DA മറ്റ് കാര്യങ്ങളെല്ലാം അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ ഒരു വിമുഖതയും കാട്ടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. ഇപ്പൊ DA ഉൾപ്പെടെയുള്ള കുടിശ്ശികകൾ നൽകി കഴിഞ്ഞു. എല്ലാ മേഖലയിലെയും ജോലി ചെയ്യുന്നവരുടെ ശമ്പള വർധനവും ആനുകൂല്യങ്ങളും വ്യക്തമായി അത് വർദ്ധിപ്പിച്ചപ്പോ തന്നെ കോൺഗ്രസ് ഇവിടെ ആക്ഷേപം ഉന്നയിച്ചു. ഞങ്ങളായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതലൊക്കെ കൊടുക്കുമായിരുന്നു. ഞങ്ങൾ ഈ ഇടതുപക്ഷം ജീവനക്കാരെ കബളിപ്പിക്കുകയുണ്ടായത്, ജീവനക്കാർ ഇടതുപക്ഷത്തിന്റെ പുറകിൽ നടന്നിട്ട് യാതൊരു പ്രയോജനമില്ല എന്നൊക്കെ പറഞ്ഞ് അവര് ആക്ഷേപം ഉന്നയിച്ചു. എന്താ ഇപ്പൊ ഇന്നലെ നിങ്ങളൊരു കാര്യം ഓർക്കണം, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് രാജ്യം കോവിഡ് ബാധിച്ച് പല സംസ്ഥാനങ്ങളും ശമ്പളം പകുതിയാക്കി വെട്ടിക്കുറച്ചു. ചിലയിടത്ത് ശമ്പളം മാസങ്ങളോളം ഇല്ലാതെ പോയപ്പോഴും കേരളത്തിലെ ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ ഇന്ത്യയിലെ ഏക ഗവൺമെന്റ് കേരളത്തിലെ LDF ഗവൺമെന്റാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.